പക്ഷേ ഇവിടെ ശ്രീ അസഫ് അലി, ഇവിടെ CCTV ദൃശ്യമില്ല. VK മുരളീധരൻ പറഞ്ഞത് വേണമെങ്കിൽ അത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയും പോലീസിന്. CCTV ദൃശ്യം ഇവിടെയില്ല. 2022 സംഭവത്തിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ കുന്നംകുളത്തെ സംഭവത്തിലും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ. പോലീസിന്റെ വെർഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൊടിയ മർദ്ദനം നടന്നിട്ടില്ല എന്നായിരുന്നു. പീച്ചിയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്നവരെയൊക്കെ പോലീസ് നിശബ്ദരാക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. ദൃശ്യമില്ല. പക്ഷേ ദൃശ്യമുണ്ടായിട്ട് പോലും ഈ സസ്പെൻഷനിൽ ഒതുക്കി കുന്നംകുളത്തെ സംഭവം. പീച്ചിയിലെ സംഭവത്തിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് മാത്രം. ഇപ്പോൾ അങ്ങനെയായിരുന്നോ വേണ്ടത്? ഈ CCTV ക്യാമറ ദൃശ്യങ്ങളെല്ലാം ഈ അടുത്ത് വന്നതല്ലേ? കേരളത്തിന്റെ ചരിത്രം എന്താണ്? 30 വർഷത്തിന് ശേഷമാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കൊലക്കുറ്റം ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്ത് വിചാരണ നടത്തി അദ്ദേഹത്തെ ശിക്ഷിച്ചത്. വർഗീസ് വധം. അന്ന് CCTV ഉണ്ടോ? സാഹചര്യ തെളിവുകൾ ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റാത്ത കുറെ സത്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നതല്ല. കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 16 കസ്റ്റഡി മരണങ്ങൾ നടന്നു. 2 വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നു. നിലമ്പൂർ കാടുകളിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ ശക്തിയായി അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ഒച്ചത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. CPIയുടെ നേതാവ് കാനം രാജേന്ദ്രൻ. പോലീസിന്റെ വെർഷൻ എന്താണെന്ന് അറിയുമോ? ആ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഞാനൊരു റിട്ട് പിറ്റീഷൻ കൊടുത്തിരുന്നു ഒരു മനുഷ്യാവകാശ പ്രവർത്തനം വേണ്ടി. പോലീസിന്റെ വെർഷൻ എന്താണെന്ന് അറിയുമോ? അതിൽ 30 തവണ മാവോയിസ്റ്റുകൾ പോലീസിനെതിരെ തുരുതുര വെടിവെച്ചു. അവസാന ആത്മരക്ഷാർത്ഥമാണ് തിരിച്ചു വെടിവെച്ചത്. പോലീസിന്റെ മഹസർ ഉണ്ടായിരുന്നു, വെഹിക്കിൾ മഹസർ. ആ പോലീസ് വാഹനത്തിന് ഒരു പോറല് പോലും ഏറ്റതായി ആ മഹസറിൽ കാണാനില്ല. എന്തിനാണെന്നറിയുമോ ഈ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്? കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റിന്റെ ആശീർവാദത്തോടു കൂടി നടത്തിയ ഒരു പകൽ കൊലപാതകമാണ് നിലമ്പൂർ കാടുകളിൽ നടത്തിയത്. കേരള ഹൈക്കോടതി വയനാട്ടിലെ വെള്ളമുണ്ടയിൽ ഒരാളെ കസ്റ്റഡിയിൽ വെച്ചതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കേണ്ടവർക്ക് നിയമ പരിരക്ഷ ലഭിക്കുന്നില്ല. പോലീസ് വെർഷൻ എപ്പോഴും ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. എത്ര പോലീസുകാരെ രാജൻ കേസിൽ എന്താ ഉണ്ടായത്? കോയമ്പത്തൂർ കോടതിയിലാണ്, പ്രത്യേക കോടതിയിലാണ് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊലക്കുറ്റം ചുമത്തി വിചാരണ നടത്തിയത്. കേരളത്തിൽ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഭയങ്കരമായി പറയുന്നവരല്ലേ കേരളത്തിൽ ഇടതുപക്ഷം. ഷാ കമ്മീഷൻ വെച്ചില്ലേ? അതുപോലൊരു കമ്മീഷൻ വെച്ച് ഈ 16 ആളെ 2 വ്യാജ ഏറ്റുമുട്ടലും ഈ 18 പേരെ കസ്റ്റഡിയിൽ വെച്ച് കൊന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷന് വെക്കണം. നമുക്ക് ഓർമ്മയില്ലേ വരാപ്പുഴയിലെ ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആളെ മാറിപ്പോയിട്ടാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, അന്നത്തെ SP. അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തു ഈ സർക്കാർ. പേരിന് കേസെടുത്തു. അദ്ദേഹത്തിന്റെ വയറിന് വലിയ പലക വെച്ച് പോലീസ് കയറി നിന്ന് ഭീകരമായി വർദ്ധിച്ചു. കേരളത്തിൽ നടന്നതാണ്. കേരളത്തിന്റെ സ്ഥിതി അറിയുമോ? 15, 16, 17, 18, 2019, 2020 കേരളം ഇന്ത്യയിലെ 6ാമത്തെ സംസ്ഥാനമായി മാറി വ്യാജ ഏറ്റുമുട്ടൽ ഈ കസ്റ്റഡി മരണത്തിൽ. കേരളം ഒരു പോലീസ് രാജായി മാറുകയാണ്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, അല്ലല്ല ഇതൊക്കെ ഇപ്പോൾ ദൃശ്യം